ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റവയും ഒരു പിടി മല്ലിയിലയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പിടി മല്ലിയിലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ബൗളിൽ 1/2 ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കപ്പിലാണെച്ചാൽ 1 കപ്പ്. അപ്പോൾ ഇതാ അതേ ബൗളിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് റവ എടുക്കണമെന്ന് വെച്ചാൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവയ്ക്ക് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റായിട്ടോ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിതിൻ്റെ പകുതി റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ബൗള് റവയാണ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം, 1 ബൗള് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അവർക്ക് നല്ല ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റും. അപ്പോൾ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ആ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് പോരാ, ഇനി ഞാൻ 1 ബൗളും കൂടി വെള്ളം എടുക്കുന്നുണ്ട്. അതുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസിലാണ് വേണ്ടത്, തിക്കിലല്ല. അപ്പോൾ ഇതാ അതുകൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് സാമ്പാർ പൊടിയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായാലും കുഴപ്പമില്ല, കടയിൽ നിന്ന് മേടിച്ചതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ അതുകൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി തിക്ക് കൂടുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് തിക്ക് പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നോക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 പിടി മല്ലിയില നേരത്തെ എടുത്തത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാളയാണ് കേട്ടോ, അതും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളകാണ്, അതും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്തെടുക്കണില്ല, സാമ്പാർ പൊടി മാത്രമാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, ബാറ്ററി ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ നീർദോശക്കൊക്കെ ഉണ്ടാക്കണ അതേ ലൂസിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് തിക്കായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുക. പാന് നല്ലോണം ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചെടുക്കാൻ പാടൂ. ഫുൾ ഫ്ലെയിമിൽ തന്നെ പാൻ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിങ്ങനെ ഹോൾസ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടില്ല, നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും ഞാനൊന്ന് ഫില്ലിങ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു പുറം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നിങ്ങൾക്ക് നല്ല മൊരിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ അങ്ങനെ മൊരിപ്പിച്ചെടുക്കണില്ല. അപ്പോൾ കൂടുതൽ ഓയിലൊക്കെ തേച്ച് കൊടുക്കേണ്ടി വരും. ഓയിലൊന്ന് ചെറുതായിട്ട് കാണിക്കണേ ഉള്ളൂ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് നല്ല മുരുമുരേന്തനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ആക്കുന്നില്ല. അപ്പോൾ അതാ ഒരു പുറം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി റെഡി ആവാണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടും ഒരു ലേശം നേരം വെച്ചുകൊടുത്താൽ മതി, കൂടുതൽ നേരമൊന്നും വെച്ച് കൊടുക്കണില്ല. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാനും ചൂടാറിയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇത് ചട്നി ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടും മീൻകറി കൂട്ടിയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എനിക്കിത് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. മക്കൾക്കൊക്കെ നമ്മൾ കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ്ങൊക്കെ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടും. അതേപോലെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾ 1/2 കപ്പ് റവ എടുക്കണമെന്ന് വെച്ചാൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഒരു പുറം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കനം കുറച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലായ്പ്പോഴും ഒരേപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും വലിയവർക്കും ഒക്കെ മടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കണ്ടല്ലോ, നല്ല ഹോൾസും നല്ല കനം കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.